അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കർട്ടനുള്ളിൽ ഒളിച്ചിരുന്ന ജസീനയുടെ നേരെ അതാ രാജേഷ്. അവൻ അവളെ കണ്ടുപിടിച്ചു. അവളെ അതാ എടി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ അടുക്കുന്നു. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, എന്നെ ഒന്നും ചെയ്യരുത്. ഇല്ല, നിന്നെ ഒന്നും ചെയ്യില്ല, ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഷാളിൽ പിടിച്ച് കഴുത്തിന് മുറുക്കിക്കൊണ്ട് അതാ അവൻ വലിക്കുന്നു. ഉമ്മാ, അവൾ ശക്തമായി കരഞ്ഞു. എന്നെ ഇത് കൊല്ലുന്നേ ഉമ്മ, എന്നെ രക്ഷിക്കണേ. തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഭാഗമാണ് അത് എന്ന് അവൾ വിചാരിച്ചു. അവൾ ആ ഒരു വേദനയോടെ അതാ ഞെട്ടി ഉണരുന്നു. പഠിച്ചോനെ, ഞാനിതുവരെ കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു. റബ്ബേ, അൽഹംദുലില്ലാ. പഠിച്ചോനെ, അവളാകെ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു. അവളുടെ കഴുത്തിൽ ശരിക്കും ആ വേദന അനുഭവപ്പെട്ട പോലെ അവൾക്ക് തോന്നുകയാണ്. തൻ്റെ കഴുത്തിലുള്ള ആ ഒരു ഷാള് കൊണ്ട് തന്നെ മുറുക്കുന്നു രാജേഷ്. പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യുക? ഇപ്പോഴും എന്നെ അവൻ തേടിക്കൊണ്ടിരിക്കുകയാണല്ലേ റബ്ബേ. വലിയൊരു ആശ്വാസമാണ് അവൾക്കപ്പോഴുണ്ടായത്. വലിയൊരു സ്വപ്നം, അതും ഭീകരമായ ഒരു സ്വപ്നം. അവൾ ആ വാതിലിലേക്ക് നോക്കി. ഇല്ല, വാതിലടഞ്ഞു തന്നെ കിടക്കുകയാണ്. ആ വാതിൽ ചവിട്ടിപ്പൊളിച്ചുകൊണ്ടാണ് രാജേഷും അവൻ്റെ ബോസും എന്നെ പിടിക്കുവാൻ വേണ്ടി കയറി വന്നത്. പക്ഷേ ഞാനിവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇത്രക്കും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ. അവൾ ആയത്തുൽ കുർസി ഓതി മുഖവും ശരീരവും തടവി പഠിച്ചു വച്ച അതൊന്നും മറന്നിട്ടില്ല. ഈമാനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഈമാൻ നഷ്ടപ്പെടാൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണല്ലോ. ഒരിക്കലും എനിക്കിനി ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് വേണം ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ. പക്ഷേ പഠിച്ച ദിക്റുകൾ, ദുആകൾ അതൊന്നും ഞാൻ മറന്നിട്ടില്ല. അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കത് പാടുണ്ടോ എന്നെനിക്കറിയുന്നില്ല. അവൾ കരഞ്ഞു. പഠിച്ചോനെ, എന്തിനാണ് എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ ഇത്രക്കും വലിയ തെറ്റാണോ ചെയ്തത്? എനിക്കറിയില്ലായിരുന്നു. ഒരാളെ കണ്ടപ്പോൾ അവൻ്റെ പിന്നാലെ പോയി. ഇപ്പോൾ എൻ്റെ ജീവിതമതാ ആകെ കുളം തോണ്ടി കിടക്കുന്നു. പെട്ടെന്നാണ് അവളത് ഓർത്തത്. ഇവിടുത്തെ ആ താത്ത, ആ ഏജൻറ്റ്, അവരും എന്നെ ചതിക്കുമോ? അവരും ഇവരുമായിട്ട് വല്ല ബന്ധം ഉണ്ടാവുമോ? പക്ഷേ അവരാണ് ഇവരെ കൂട്ടിക്കൊണ്ടുവന്നതെന്ന് എനിക്ക് സ്വപ്നം കണ്ടിരിക്കുന്നു. ഞാൻ ഈ താത്തയുടെ ചതിയിൽ പെടുമോ? എനിക്കറിയുന്നില്ല. അവളതാ പേടിച്ചുകൊണ്ട് വിയർത്തൊലിക്കുന്നു. എന്തൊക്കെയോ അവൾക്ക് സംഭവിക്കുന്നുണ്ട് എന്നവൾ തോന്നുകയാണ്. പെട്ടെന്ന് വാതിൽ മുട്ടുകേട്ടു. ഫർസാന, ഫർസാന. അവൾക്ക് എഴുന്നേൽക്കാൻ വരെ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് അതാ വാതിലിനടുത്തേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് നടക്കുവാനേ കഴിയുന്നില്ല. അവളുടെ കാലുകൾ ആരോ പിന്നോട്ട് വലിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. ഫർസാന. വീണ്ടും അതാ മുട്ടി വിളിക്കുന്നു. അവൾ പതുക്കെ എത്തി വാതിലിൻ്റെ കുറ്റി തുറന്നു. എന്താ ഫർസാന, ഉറങ്ങിപ്പോയോ? അത് പറഞ്ഞുകൊണ്ട് അവർ ആ വാതിൽ അമർത്തി അടച്ച് കുറ്റിയിടുന്നു. എന്തു പറ്റി ഫർസാന? എന്താ ഉറങ്ങിപ്പോയോ? മുഖക്ക് എന്താ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഓ, ആകെ വേർത്തിട്ടുണ്ടല്ലോ. എന്തു പറ്റി? എന്താ ഏസയിലായിട്ട് ഇങ്ങനെ വേർത്തിട്ടുള്ളത്? അവർ ചോദിച്ചു. ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ടു. എന്ത് സ്വപ്നം? പിന്നെ ഗൾഫിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഒരു അറബി വീട്ടിലേക്ക് നിന്നെ ആവശ്യമുണ്ട്. അതായത് അധികം പ്രായമൊന്നുമില്ലാത്ത എന്ന് വെച്ചാൽ അത്യാവശ്യം സ്മാർട്ടായ പെൺകുട്ടികളെയാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ എന്താ, നിനക്ക് താല്പര്യക്കുറവുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. നിനക്ക് വേണ്ടിയിട്ട് അവിടെ എന്തൊരു കൊച്ചു കുട്ടിയെ നോക്കാനോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അധിക പണിയൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പിന്നെ സാലറിയും കാര്യങ്ങളും അത് കിട്ടുകയും ചെയ്യും. ഇവിടെ അങ്ങനെ ജീവിക്കണേക്കാളും നല്ലത് അവിടെ ആയിരിക്കും. പിന്നെ പ്രത്യേകം ഉണ്ട് കേട്ടോ, കാണാൻ ഗ്ലാമറുള്ള ആരോഗ്യമുള്ള കുട്ടികളെ തന്നെ വേണമെന്ന് പ്രത്യേക അറബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് പെൺകുട്ടികൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. പല അറബി വീടുകളിലും ഓരോ ജോലി സ്ഥലങ്ങളിലൊക്കെ ഞാൻ പണിയാക്കി കൊടുത്തിട്ടുണ്ട്. എത്രയോ ആളുകൾ എനിക്ക് വിളിക്കാറുണ്ടല്ലോ ഇപ്പോഴും. അവിടെ ആകുമ്പോൾ നല്ല ക്യാഷാണ്. ഇവിടെ അത്ര ക്യാഷൊന്നും കിട്ടൂല. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിലായാലും ഏറി വന്നൊരു 15 രൂപയിൽ അങ്ങോട്ട് കൂടൂല അല്ലേ? ഇപ്പോൾ പഠിച്ചതാണെങ്കിലും അങ്ങനെ തന്നെ. എത്രയോ പഠിച്ച് ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞാലും തന്നെ ഏറി വന്നൊരു 15 നമ്മളിവിടെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അവിടെ അങ്ങനെയല്ല. അവിടെ സ്റ്റാർട്ടിങ്ങിന് ഒരു
45 മുതലാണ് തുടങ്ങുന്നത് ഏതൊരു ജോലിക്കും. പിന്നെ കുറവും കൂടുതലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ അറബി വീട്ടിലേക്ക് ആകുമ്പോഴേ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. പിന്നെ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ പാരിതോഷികങ്ങളൊക്കെ തരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തന്നെയായാലും നമുക്ക് പോവല്ലേ. അവൾക്ക് അത് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. പക്ഷെ രാജേഷിൻ്റെയും ആ ബോസിൻ്റെയും ഇടയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഇവിടെ നിന്ന് കര കയറിയേ പറ്റൂ. അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കും. എന്നെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ അയാൾ വെറുതെ വിടില്ല. എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് ഞാൻ സ്വപ്നം കണ്ടത്. എന്തൊക്കെയാണാവോ. ഇല്ല, ഞാൻ ആ ബോസിൻ്റെ മുമ്പിൽ കാലാകാലവും നരകിച്ച് ജീവിക്കേണ്ടി വരും. എന്തൊക്കെയായിരുന്നു അവരുടെ സംഭാഷണം. ഇപ്പോഴും എന്നെ തിരയുന്നുണ്ട് എവിടെയൊക്കെയായിട്ട്. എന്തെങ്കിലും കണ്ണുപെട്ടാൽ പിന്നെ എനിക്ക് രക്ഷയില്ല. ഞാൻ അതിനേക്കാളും നല്ലത് ഇവിടം വിടുന്നതാണ്. ഫർസാനക്ക് സമ്മതമാണെങ്കിൽ അത് സെറ്റാക്കാം. പിന്നെ നിൻ്റെ പേരും അഡ്രസ്സും കാര്യങ്ങളും അതൊക്കെ ഒന്ന് വേണം. രേഖകൾ നഷ്ടപ്പെട്ടതാണ് എന്നെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് പാസ്പോർട്ട് എടുക്കാം, നോക്കാം. എന്താ? രാജേഷിൻ്റെ വീട്ടിലാണ് തൻ്റെ രേഖകൾ ഇരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങോട്ട് പോകുന്നത് ബുദ്ധിയല്ല. അഥവാ പോയാൽ തന്നെ അവിടെ എന്നെ കണ്ടാൽ പിന്നെ വെച്ചേക്കില്ല. എന്നെ അവൻ ഇല്ല നേരെ പിടിച്ച് അയാളുടെ മുമ്പിലിട്ട് കൊടുക്കും. പിന്നെ ഞാൻ അയാളുടെ ഇരയായി മാറും. അത് എനിക്ക് പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അവിടെ സേഫ്റ്റിയാക്കും. അങ്ങനെയായിരിക്കും. അതെല്ലാം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് തന്നെ അവൾ അവരോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. ഞാൻ അറേബ്യയിലേക്ക് പോകാൻ തയ്യാറാണ്. അവൾക്കുള്ള രേഖകളും കാര്യങ്ങളുമെല്ലാം സെറ്റാക്കുവാൻ വേണ്ടിയിട്ട് അവളുടെ അഡ്രസ്സും കാര്യങ്ങളും അതെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. നോക്കട്ടെ ശരിയാവുമോ എന്നുള്ളത്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ അഡ്രസ്സിൽ കൂട്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഞാൻ നോക്കട്ടെ. എങ്കിലും അവൾക്ക് ഓർമ്മയുള്ളതെല്ലാം അവൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഇവിടെ നിരകിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് വിദേശമാണെന്ന് അവൾക്ക് ബോധ്യമായി. ഒരിക്കൽ കൂടി ഉമ്മയെയും ഉപ്പയെയും ഓർത്തു. ഉമ്മ, ഉപ്പ എന്നോട് പൊറുക്കണം. ഞാനിവിടെ വിട്ട് പോവുകയാണ്. എനിക്കിവിടെ ഒരിക്കലും സേഫ്റ്റി അല്ല. എനിക്ക് ഇല്ല, ഇവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ ഇപ്പോൾ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയ ഒരു പെടലിലാണ്. ഇപ്പോഴൊരു ഇത്തേതാ എന്നെ രക്ഷിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ പോകുകയാണ് വിദേശത്തേക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഇത്തേതാ ഇറങ്ങിപ്പോകുന്നു. ഇത്തയുടെ പേരെന്താണെന്നോ ഒന്നും അന്വേഷിച്ചിട്ടില്ല. ചോദിക്കാൻ ധൈര്യവുമില്ല. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, നേരത്തിന് ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. ഇത്ത ആ ഒരു റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കുകയാണ്. അതിൽ അറബിയും ഇംഗ്ലീഷുമെല്ലാം കലർന്ന രീതിയിൽ അവളത് ശ്രദ്ധിച്ചു. ബ്യൂട്ടിഫുൾ ഗേൾ, അതവൾക്ക് മാത്രം മനസ്സിലായി. അത് തന്നെക്കുറിച്ചാണോ പറയുന്നത് എന്നവൾ. അപ്പോൾ വീട്ടുജോലിക്കൊന്നുമല്ലേ, എന്ത് കാര്യത്തിന് വേണ്ടിയാണ്? അവളൊരു നിമിഷം ഭയപ്പെട്ടു. എന്തായാലും വേണ്ടില്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അറബികളുടെ വീട്ടിലെത്തിയാൽ സുഖാവും കഴിച്ചിലാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടേക്ക് പോകാം, എന്ത് ജോലി എടുത്തിട്ടും. പക്ഷേ എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാനും പാടില്ല. അവൻ എൻ്റെ കൂടെ വേണം. ജസീന മനമില്ലാ മനസ്സോടുകൂടി അവർക്ക് സമ്മതം നൽകി. അവളുടെ രേഖകളൊക്കെ സെറ്റാക്കി പാസ്പോർട്ട് റെഡിയാക്കുവാൻ വേണ്ടി അവരുടെ ഒരുക്കങ്ങൾ. ആ ഫ്ലാറ്റിൻ്റെ മുകളിലെത്തി നിലയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അവൾ ഓർത്തു, ഷെഫി ഉസ്താദ് തന്നെ നെഞ്ചോട് ചേർത്ത ഷെഫി ഉസ്താദ്. ആദ്യം എത്രമാത്രം സ്നേഹത്തിലായിരുന്നു ഞാനും ഷെഫി ഉസ്താദും. ഞാനായിട്ട് തന്നെ എനിക്കിഷ്ടമായിരുന്നു അദ്ദേഹത്തെ ഒരുപാട്. അത്രക്കും സുന്ദരനായിരുന്നു. ആ സൗന്ദര്യം കണ്ട് ഞാൻ തന്നെ മോഹിച്ചു. ഞാൻ പിന്നീട് അങ്ങോട്ട് എനിക്ക് അദ്ദേഹത്തോട് ഇഷ്ടം കൂടി വന്നു. ആരോടൊക്കെയോ ചോദിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഹിജാബ് ധരിച്ചു പോയിരുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു. പിന്നീട് അദ്ദേഹം എന്നെ നോക്കുവാനും തുടങ്ങി. അങ്ങനെ +2 മുതൽ തുടങ്ങിയ ആ ഒരു സ്നേഹബന്ധം ഏകദേശം +1 ഫസ്റ്റോടു കൂടിയാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നതും അദ്ദേഹത്തെക്കുറിച്ച് കവിതകൾ എഴുതിയതും. പിന്നീട് അങ്ങോട്ട് എനിക്ക് വല്ലാത്ത മുഹബത്തായി. തിരിച്ചിങ്ങോട്ടും അദ്ദേഹത്തെ മാത്രം കല്യാണം കഴിക്കണമെന്ന് ആദ്യം മനസ്സിൽ വിചാരിച്ചു. പക്ഷെ പിന്നീടാണ് രാജേഷ് തന്നെ കണ്ടുമുട്ടുന്നത്, തന്നോട് സ്നേഹത്തോട് സംസാരിക്കുന്നത്. അതിൽ പലവട്ടം ഉസ്താദ് പറഞ്ഞു, മോളെ നീ അതിൽ പെടരുത് കേട്ടോ, അത് നാശത്തിലേക്കുള്ള വഴിയാണ്. ഒരിക്കലും നീ പെട്ടുപോകരുത്. എന്നെ നീ വിവാഹം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, അവൻ്റെ കൂടെ നീ പോകരുത് കേട്ടോ. ഒരിക്കലും
ആദ്യമൊക്കെ സൗഹൃദമായിരിക്കും, പിന്നീട് അങ്ങോട്ട് മറ്റു പല ബന്ധങ്ങളായി മാറും. ഉസ്താദ് ഇത് പറഞ്ഞപ്പോഴെല്ലാം എനിക്ക് ദേഷ്യമായിരുന്നു. വേണ്ട, എനിക്കിഷ്ടപ്പെട്ട ആളുടെ സംസാരിക്കണത് നിങ്ങൾക്കെന്തിനാ? നിങ്ങൾക്കെന്ത് പ്രശ്നം? പലവട്ടം ഞാൻ പറഞ്ഞു. ഇപ്പം എല്ലാം മനസ്സിലായി. തെറ്റിൻ്റെ വഴിയിലേക്ക് ഞാൻ കടന്നു, നേരായ വഴി ഉപേക്ഷിച്ചു. ഇപ്പോഴെനിക്ക് എല്ലാം നഷ്ടമായി, ഖേദമായി, ആരുമില്ലാതെയായി. ഇപ്പോൾ ഞാൻ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ ഒരവസ്ഥ എനിക്ക് എന്തായിത്തീരും എന്നറിയുന്നില്ല. രക്ഷപ്പെടുക തന്നെ. ഉമ്മയുടെയും ഉപ്പയുടെയും മുഖം മനസ്സിലേക്ക് കടന്നു വന്നു. ഉമ്മ, ഉപ്പ ക്ഷമിക്കണം കേട്ടോ, ഞാൻ പോയിട്ട് വരാം. നിങ്ങളൊരുപാട് കരയിപ്പിച്ചതല്ലേ ഞാൻ. ഇനി ഇവിടെ നിന്നാൽ ഞാൻ ഒരിക്കലും നന്നാവില്ല. ഞാൻ കേടുവന്നുകൊണ്ടേയിരിക്കും. എൻ്റെ വഴി, എൻ്റെ മാർഗം അതാണ്. അത്രക്കും തെറ്റായ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഫ്ലാറ്റിൽ 2 ദിവസത്തെ ജീവിതം കൂടി കഴിഞ്ഞു പോയി. എമർജൻസി ആയിട്ട് പാസ്പോർട്ട് എടുക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു. അന്ന് അതാ ഏകദേശം ഉച്ചയായപ്പോൾ വാതിലിനെ മുട്ടുകേൾക്കുന്നു. ഫർസാന, വാതിൽ തുറക്ക്. അത് അയിത്തയാണെന്ന് മനസ്സിലായി. വാതിൽ തുറന്നു. കൺഗ്രാജുലേഷൻസ്, പാസ്പോർട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ള പണി നോക്കാം. എന്താ? അതിനു മുമ്പായിട്ട് അറബികൾക്ക് ഈ രീതിയിലുള്ള ഡ്രസ്സൊന്നും ഇഷ്ടമല്ല കേട്ടോ. ചുരിദാർ അങ്ങനെയൊന്നുമല്ല. അവിടെ ആകുമ്പോഴേ നമ്മൾ പർദ്ദ ധരിക്കണം. അത് ഇവിടുന്ന് വേണമെന്നില്ല. എന്തൊക്കെ തന്നെയാലും 2 കൂട്ട് പർദ്ദ എടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും വാങ്ങാം. നിൻ്റെ കയ്യിൽ 5ൻ്റെ ക്യാഷില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ആദ്യത്തെ സാലറിയിൽ നിന്ന് ഇതൊക്കെ നീ എനിക്ക് തിരിച്ചു തരണം. ഓക്കെ? വിസ, ടിക്കറ്റ്, ഇതെല്ലാം എനിക്ക് നീ തിരിച്ചു തരേണ്ടതാണ്. ആദ്യത്തെ സാലറി ഒരിക്കലും നീ എടുക്കരുത്, അതെനിക്കുള്ളതാണ്. സ്റ്റാർട്ടിങ് ഒരു പക്ഷേ 45-50 രീതിയിലായിരിക്കും. അറബി വീടായതുകൊണ്ട് എക്സ്ട്രാ എന്തെങ്കിലും കിട്ടിയെന്ന് വരും. അതൊന്നും വിഷയാക്കണ്ട. ആദ്യത്തെ സാലറി എനിക്ക്. ഓക്കെ? അവർ പിന്നീട് പുറത്തേക്ക് പോയി. അവൾക്ക് ഡ്രസ്സൊക്കെ എടുക്കുവാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് ഡ്രസ്സും സാധനങ്ങളുമൊക്കെ എടുത്ത് ഒരു ബാഗും വാങ്ങിയിട്ടുണ്ട്. ഫർസാന, പിന്നെ നിൻ്റെ പേര് പാസ്പോർട്ടിൽ ജസീന ഒരിക്കലും അല്ല കേട്ടോ, ഫർസാനയാണ്. ഓക്കെ? അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഒരുപാട് ക്യാഷായിടേ. അത് ഒക്കെ സാലറിയിൽ നിന്ന് ഞാനങ്ങ് സെറ്റാക്കും കേട്ടോ, ആദ്യം പറഞ്ഞേക്കാം. അവൾക്കുള്ള ഭക്ഷണം കൊണ്ടേ കൊടുത്ത് അവർ അതെല്ലാം പറയുന്നു. പർദ്ദ വാങ്ങിയിട്ടുണ്ട്. ഒരു മഫ്ത പോലുള്ള 2 ഡ്രസ്സും പിന്നെ ഹിജാബും വാങ്ങിയിട്ടുണ്ട്. അവൾക്ക് അത്യാവശ്യമായി കുറച്ച് ഡ്രസ്സുകളും ഒരു ബാഗിൽ അതെല്ലാം അവർ വെച്ച് കൊടുക്കുന്നു. ഇതാ, പിന്നെ പാസ്പോർട്ട് ഇതാ, ടിക്കറ്റ് ഒക്കെ റെഡിയാവും. പിന്നെ ഫസ്റ്റ് ടൈം ഞാൻ നിൻ്റെ കൂടെ വരുന്നില്ല, നിന്നെ കയറ്റി വിടുകയാണ്. അത് കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും പേടിയായി. എന്ത്? ഞാൻ ഒറ്റക്കോ? എന്താ, നിന്നെ വരവേൽക്കാൻ അവിടെ ഒരു വാഹനം വരും. നീ ഇറങ്ങുന്നത് സൗദി അറേബ്യയിലെ ഒരു എയർപോർട്ടിലായിരിക്കും. അവിടെ നിന്നെ കൊണ്ടുവരാൻ വേണ്ടി ഒരു വാഹനം വരും. ഞാൻ ജസ്റ്റ് അടയാളങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ അവർ നിന്നെ വിളിക്കുമ്പോൾ നീ ആ വാഹനത്തിലോട്ട് ചെല്ലണം. ഓക്കെ? എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. അതായത് എനിക്ക് മറ്റു ചില ആളുകളെ കൂടി കണ്ടുപിടിച്ച് കയറ്റി വിടാനുണ്ട്. അതുകൊണ്ട് അതൊക്കെയാണ് കാര്യങ്ങൾ. അവൾക്ക് ശരിക്കും ഭയമായി. ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് പേടിയാണ്, ഞാൻ പോകുന്നില്ല. എന്തിനു പേടിക്കുന്നു? ഫ്ലൈറ്റിൽ നിനക്കെന്താ പേടി? നീ ബസ്സിൽ കയറിയിട്ടുണ്ടോ? ബസ്സിൽ കയറി നിനക്കെന്താ ഫ്ലൈറ്റിൽ കയറാൻ പേടി? ഫ്ലൈറ്റിലും ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. യാതൊരു പേടിയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. എന്താ, അത്ര പേടിയുണ്ടോ? പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞ് ചെക്കിങ് കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടാകും നിന്നെ വരവേൽക്കാൻ. ഏകദേശം നിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്ത് അവർക്ക് വാട്സപ്പ് ചെയ്യാം. എന്തൊക്കെ തന്നെയാലും ആ ഫോട്ടോയുടെ രൂപമനുസരിച്ച് അവർ നിന്നെ വിളിക്കുവാൻ വന്നാൽ ഏകദേശം ഒരു കോഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാം. നീ അവരുടെ കൂടെ പോകണം. പിന്നെ ഒന്നും ചോദിക്കാനും നിൽക്കണ്ട. അവരൊരു പക്ഷേ കൊണ്ടുപോകുന്നത് നിന്നെ അവരുടെ വീട്ടിലേക്കായിരിക്കാം. അപ്പോൾ മറുത്തൊന്നും ചോദിക്കണ്ട കേട്ടോ. അവരുടെ ഇഷ്ടങ്ങൾ എന്താണ് അതിനനുസരിച്ച് നിൽക്കണം. അല്ലാതെ ഒന്നും ഭാഷ മനസ്സിലാകാത്ത പ്രശ്നം ഉണ്ടാവും ഫസ്റ്റ് ടൈമൊക്കെ. അത് പിന്നീട് അങ്ങോട്ട് മനസ്സിലായിക്കോളും. അതൊന്നും വിഷയമേ അല്ല. ദാ നിനക്കുള്ള ബാഗ്. നാളെ രാത്രി 9:30ക്കാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ എയർപോർട്ട് വരെ ഞാൻ വരും. അവിടെ നിന്ന് നീ അങ്ങോട്ട് പോകണം. അവൾക്ക് ഭയം തോന്നി. ഒറ്റയ്ക്ക് വിദേശത്തേക്ക്, അതും അത്രയധികം ദൂരത്തേക്ക്. സൗദി അറേബ്യയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണാവോ, എത്ര ദൂരമാണാവോ പോവേണ്ടത്.
അവളാകെ ഭയന്ന് വിറക്കുന്നുണ്ടായിരുന്നു. ഫർസാന, നീ പേടിക്കേണ്ട ആവശ്യമില്ല. ആ രാത്രി അവൾക്ക് ഉറക്കം വരുന്നേയില്ലായിരുന്നു. പഠിച്ചോനെ, വീണ്ടും ഞാൻ പരീക്ഷയൊക്കെ പെടുകയാണോ? നാളെ 9:30 എൻ്റെ ഫ്ലൈറ്റ്. എനിക്കാകെ പേടിയാകുന്നു. ആ ബാഗിലേക്ക് അവൾ നോക്കി. ആ ബാഗിൽ അവരതാ പ്ലാസ്റ്റർ കൊണ്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് അതിന്മേൽ പേരെഴുതിയിട്ടുണ്ട്, ഫർസാന. ഈ രാത്രി കഴിഞ്ഞാൽ ഞാൻ നാളെ ഈ സമയം ഒറ്റയ്ക്ക് യാത്രയിലായിരിക്കും, ഫ്ലൈറ്റിൽ. പഠിച്ചോനെ, എനിക്ക് പേടിയാകുന്നു. അവൾക്ക് ആ രാത്രി ഉറങ്ങുവാനേ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.